പ്രപഞ്ചത്തിന്റെ അങ്ങേയറ്റത്ത് പുതിയ ഗാലക്സികൾ കണ്ടെത്തിയിരിക്കുന്നു. ഈ കണ്ടെത്തൽ നമ്മുടെ കോസ്മിക് ചരിത്രത്തെ തന്നെ തിരുത്തിക്കുറിക്കാൻ സാധ്യതയുണ്ട്. ഈ അവിശ്വസനീയമായ കണ്ടെത്തലിന്റെ പ്രാധാന്യം എന്താണെന്ന് നമുക്ക് നോക്കാം. യൂണിവേഴ്സിറ്റി ഓഫ് മസാച്യുസെറ്റ്സ് അംഹേഴ്സ്റ്റിന്റെ നേതൃത്വത്തിൽ 14 രാജ്യങ്ങളിൽ നിന്നുള്ള 48 ജ്യോതിശാസ്ത്രജ്ഞരാണ് ഈ കണ്ടെത്തലിനു പിന്നിൽ. ബിഗ് ബാങ് സംഭവിച്ച് വെറും 1 ബില്യൺ വർഷങ്ങൾക്ക് ശേഷം രൂപപ്പെട്ട പൊടി നിറഞ്ഞതും നക്ഷത്രരൂപീകരണം നടക്കുന്നതുമായ ഗാലക്സികളെയാണ് ഇവർ കണ്ടെത്തിയത്. എന്താണ് ഈ ഡസ്റ്റി അഥവാ പൊടി നിറഞ്ഞ ഗാലക്സികൾ എന്നറിയാമോ? ഈ ഗാലക്സികൾക്ക് വലിയ അളവിൽ ലോഹങ്ങളും കോസ്മിക് പൊടിയുമുണ്ട്. കൂടാതെ ഇവിടെ നക്ഷത്രരൂപീകരണം അതിവേഗം നടക്കുന്നു. ഈ പൊടി UV വിസിബിൾ ലൈറ്റ് ആഗിരണം ചെയ്യുന്നതുകൊണ്ട് സാധാരണ ദൂരദർശിനികൾക്ക് ഇവയെ കാണാൻ കഴിഞ്ഞിരുന്നില്ല. ഈ കണ്ടെത്തൽ നമ്മുടെ നിലവിലുള്ള പ്രപഞ്ച രൂപീകരണ മാതൃകകളെ വെല്ലുവിളിക്കുന്നു. ഇത് കോസ്മിക് ചരിത്രം തിരുത്താൻ ഒരു പടിയാണ്. ഈ ഗാലക്സികളുടെ ജീവിതചക്രത്തിലെ ഒരു പുതിയ ചിത്രം നൽകുന്നുവെന്നാണ് ഗവേഷകർ പറയുന്നത്. ഇവ വളരെ പഴയ ഗാലക്സികളായതിനാൽ നക്ഷത്രരൂപീകരണം നിലവിലെ മോഡലുകൾ പ്രവചിക്കുന്നതിനേക്കാൾ നേരത്തെ പ്രപഞ്ചത്തിൽ ആരംഭിച്ചിരിക്കാം. സബ്മില്ലിമീറ്റർ ദൂരദർശിനികളുടെ കണ്ടുപിടുത്തത്തോടെയാണ് ഈ മറഞ്ഞിരുന്ന ഗാലക്സികളെ കാണാൻ കഴിഞ്ഞത്. ചിലിയിലെ ആൽമ ദൂരദർശിനി ഉപയോഗിച്ച് ഏകദേശം 400 തിളക്കമുള്ള പൊടി നിറഞ്ഞ ഗാലക്സികളെയാണ് ഗവേഷകർ ആദ്യം തിരിച്ചറിഞ്ഞത്. തുടർന്ന് നാസയുടെ ജെയിംസ് വെബ്ബ് സ്പേസ് ടെലിസ്കോപ്പ് ഉപയോഗിച്ച് പ്രപഞ്ചത്തിന്റെ അറ്റത്തുള്ള 70യോളം ഗാലക്സി കാൻഡിഡേറ്റുകളെ അവർ കൃത്യമായി കണ്ടെത്തി. ഈ കണ്ടെത്തൽ പ്രപഞ്ച ചരിത്രത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയിൽ വിപ്ലവം സൃഷ്ടിക്കാൻ കഴിയും. ഈ പുതിയ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് നക്ഷത്രരൂപീകരണം പ്രപഞ്ചത്തിന്റെ പരിണാമത്തിൽ പ്രതീക്ഷിച്ചതിലും വളരെ നേരത്തെ ആരംഭിച്ചു എന്നാണ്. ഈ ഡസ്റ്റി ഗാലക്സികൾ അടുത്തിടെ കണ്ടെത്തിയ ഏറ്റവും തിളക്കമുള്ള യുവ ഗാലക്സികളെയും നക്ഷത്രരൂപീകരണം നിർത്തിയ പഴയ ഗാലക്സികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. കൂടുതൽ ഗവേഷണങ്ങളിലൂടെ ഈ സിദ്ധാന്തങ്ങൾ സ്ഥിരീകരിക്കാൻ സാധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.